ഹായ് കൂട്ടുകാരെ, അപ്പം നമുക്കിന്നൊരു പുതിയ വീഡിയോ ഉണ്ട്. നമ്മളൊരു മെഷീൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം അതിൻ്റെ വീഡിയോ ആണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പുറകെ വരാം. ഓക്കെ, അപ്പം നമ്മുടെ മെഷീൻ ഇതാണ്. ഈ കവറല്ല, നമ്മുടെ മെഷീൻ സ്റ്റാർ കെയർ ആണ്. കവറ് കമ്പനിക്കാർക്ക് മാറി വന്നു പോയതാണ്. ഇതിനകത്താണ് നമ്മുടെ മെഷീൻ ഇരിക്കുന്നത്. അപ്പോൾ മെഷീൻ അവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫുൾ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണം. അപ്പോൾ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് മാറിയത് തന്നെയാണ് നമുക്ക് ഇന്ന് മെഷീൻ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ദിവസമായിട്ട് നമ്മൾ മെഷീൻ സെറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മളത് മെഷീൻ നമ്മൾ വീഡിയോയിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുന്നത്, ലൈനൊക്കെ എങ്ങനെ എടുക്കുന്നത്, കണക്ഷനൊക്കെ എങ്ങനെ എടുക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ഇറങ്ങാൻ പോകണം. നമ്മളെല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കി സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഇറങ്ങാൻ പോകും. അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഇളയശക്തി രണ്ടാമത്തേനാണ് കൂടെ ഉള്ളത്. നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇളയ ചക്കനാണ്. അപ്പോൾ നമ്മളങ്ങോട്ട് ഇറങ്ങാൻ പോകണം. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ, നമ്മൾക്ക് അത് ഓപ്പണാക്കാൻ പോകുന്നു. തുടക്കമായിട്ട് നമ്മൾ പൊട്ടിക്കുക. ഫിറ്റ് ചെയ്യാൻ പോകണം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഇതടിക്കണം. ടാങ്കിനകത്ത് കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതടിച്ച് അതിനകത്ത് കിടക്കുന്ന സാധനമൊക്കെ, ടാങ്കിനകത്ത് കിടക്കുന്ന സാധനമൊക്കെ എടുത്ത് ഇതിൻ്റെ ടാപ്പും കാര്യങ്ങളൊക്കെ അതിനകത്താണ്. മിനറൽ ഫിൽറ്റർ, അതിൻ്റെ ഹൗസിങ്ങും കാര്യങ്ങളും എല്ലാവർക്കും അതൊക്കെ എടുക്കണം. എന്നിട്ടാണ് ഇത് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അതിനുള്ള സ്റ്റാർട്ടിങ്ങാണ്. ടാങ്ക് അടിച്ചുകൊണ്ടിരിക്കുക. ടാങ്ക് അടിച്ച് ഇത് മാറ്റി വെച്ച് മൊത്തം സാധനങ്ങളെല്ലാം കൊടുത്തു.
ഇതിൻ്റെ ഇതിൻ്റെ അകത്താണ് ചില സാധനങ്ങൾ ഇട്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ടാപ്പ്. അതിനെ കറണ്ട് ഓർക്കുമ്പോൾ പുറത്തേക്ക് കാണിച്ചു തരാം. ഇത് നമുക്കിവിടെ നമ്മുടെ സിങ്കിൻ്റെ പൈപ്പിൽ നിന്ന് കണക്ഷൻ എടുക്കാനുള്ള ഇൻലെറ്റാണ് ഇതൊക്കെ. ഇതൊരു ടാപ്പ്, ഇതൊരു ഫീമെയിൽ ഇൻലെറ്റാണ്. നമുക്ക് ടഫ്ലോൺ ടൈപ്പാണ്. ഇത് നമുക്ക് ഹൗസിൽ പിടിപ്പിക്കാനുള്ള എളുപ്പമാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് മെഷീൻ ഹാങ് ചെയ്യാനും ഹൗസിങ് ഹാങ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഇതാണ് നമ്മുടെ ഇൻലെറ്റിൻ്റെ ഹൗസിങ്. അത് നമുക്കിവിടെ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കണം. ഇതിൻ്റെ വാഷറാണ്. ഇതിലെ കറക്റ്റ് സീറ്റിങ് ആകത്തില്ല, ലീക്കായിരിക്കും. രണ്ടാമത് നമ്മൾ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് കറക്റ്റ് വെച്ചേക്കുന്നത്. കറക്റ്റ് അതിൻ്റെ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പിൽ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം ഇതാണ് സുഹൃത്തുക്കളെ ഇതിൻ്റെ ടാപ്പ്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകണം. സുഹൃത്തുക്കളെ നമുക്ക് സെറ്റ് ചെയ്യാൻ പോകണം. തിരിച്ച് കഴിഞ്ഞ് നമുക്ക് പിന്നെ ഹെഡ് എടുത്ത് തിരിച്ച് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ലോഗോ സെറ്റ് ചെയ്ത് ഇതിൻ്റെ കാര്യം ഓക്കെ ആക്കി. നമ്മൾ ഇവിടെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേബിൾ ടൈം ഉപയോഗിച്ച് മുറുക്ക് വെച്ചാൽ അവിടെ ഇരുന്നോളൂ. ഓക്കെ, അതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ ഇൻലെറ്റിൻ്റെ പിടിപ്പിക്കാനുള്ള മാർക്ക് ചെയ്ത് ഒന്ന് ഡ്രില്ല് ചെയ്യണം. എന്നാൽ മാത്രമേ അതവിടെ പിടിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അത് ഡ്രില്ല് ചെയ്തിട്ട് അതിൻ്റെ ഹെഡ് അവിടെ പിടിപ്പിച്ചിട്ട് വേണം അതിൻ്റെ ഫിൽറ്ററൊക്കെ ഇടാൻ. അപ്പോൾ അത് നമ്മൾ ഡ്രില്ല് ചെയ്യാനുള്ള മാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഡ്രില്ല് എടുത്തിട്ട് ഞാനിത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഡ്രില്ലാണ്. അപ്പോൾ ഈ ഡ്രില്ലിന് നമ്മൾ പ്രത്യേക ഒരു സംഭവം കൊണ്ടുവരണം. പറ്റില്ല,
അപ്പോൾ അതിനുള്ള സാധനം നമ്മൾ നേരത്തെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3 പിന്ന് പ്രത്യേകം നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ ഇന്ത്യൻ പീസിലോട്ട് ഇത് കുത്തി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ദ്വാരം ഇടാൻ പോകണം. അപ്പോൾ അത് അതുകൊണ്ടുള്ള നമ്മൾ ഡ്രില്ല് വെക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ചില ഭാഗങ്ങളിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊരു പോയിന്റ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വിഷയം വരത്തില്ല. പോയിന്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ടൈലൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈലൊക്കെ പൊട്ടാതാണ് പോയിന്റ് ചെയ്യുന്നത്. ടൈല് പൊട്ടിപ്പോയി കസ്റ്റമർ അതിന് വിഷയമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ അത് നോക്കി വേണം ചെയ്യാൻ. ഒരു വിഷയം ഉണ്ടാകത്തില്ല. നമുക്ക് അത് ഫ്രീ ആയിട്ട് അപ്പോൾ അതങ്ങനെ സുഹൃത്തുക്കളേതപ്പോൾ നമ്മൾ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കിട്ടുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വൃത്തികേടായിരിക്കണം. അപ്പോൾ നല്ല കാര്യമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നു. നമ്മൾ അന്നെങ്കിൽ രണ്ടാമത് വൃത്തിയാക്കാൻ നിൽക്കണം. അപ്പോൾ അത് നല്ലതായെന്ന് തന്നെ നമ്മൾ പ്ലാസ്റ്റിക് കയറിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, നമ്മളത് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. അത് ഫിഷർ അത് തട്ടിക്കയറ്റണം. ഫിഷർ തട്ടിക്കയറ്റിയാൽ നമുക്ക് സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് ഫിഷർ അടിച്ച് കയറ്റിയിട്ട് അതിൻ്റെ ഹെഡ് മാത്രം എടുക്കണം. ഹൗസിങ്ങിൻ്റെ ഹെഡ് മാത്രം എടുക്കാം. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മുറുക്കി വെക്കാൻ പറ്റും. അതാദ്യം നമ്മൾ മാനുവലായിട്ട് അത് മുറുക്കി കറക്റ്റ് ചെയ്തതിന് ശേഷം ഹെഡ് വെച്ച് ടൈറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു സ്ക്രൂ മുറുക്കി കയറ്റിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് സ്ക്രൂ ഡ്രൈവർ വെച്ചാണ് ചെയ്യുന്നത്. നമുക്കൊരു ഇലക്ട്രിക്കിൻ്റെ ഒന്നും മേടിക്കണം. ഒന്നും മേടിച്ചിട്ടില്ല, ഒരെണ്ണം മേടിക്കണം. അപ്പോൾ നമ്മുടെ കൂടെ വന്ന രണ്ടാമത്തെ ചെറുക്കനെ കൊണ്ടൊന്ന് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ അവനും പഠിക്കട്ടെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ അവൻ ചെയ്യട്ടെ. ഓക്കെ, നിർത്ത്. ഇങ്ങോട്ട് ഉറക്കി വെക്ക്. ടൈറ്റ് സ്ക്രൂ ഡ്രൈവർ അത്. ഓക്കെ സുഹൃത്തുക്കളെ, ഒന്ന് ഇതിങ്ങനെ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കണം.
ഞാൻ മുറുക്കാം പിടി. സുഹൃത്തുക്കൾ ടൈറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് കിടന്നിങ്ങനെ ആടും. അത് പാടില്ല. ഫ്രീ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര ഷെയ്ക്ക് ഉണ്ടാവും. അത് വരാതിരിക്കാനാണ് നമ്മളിത് ടൈറ്റ് ചെയ്ത് വെക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ കൂട്ടുകാരെ അത് നമ്മളത് മുറുക്കിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേളിൽ ഔട്ടും ഉണ്ട് ഇന്നും ഉണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് സിങ്കിൽ നിന്ന് കണക്ഷൻ എടുത്ത് ഇതിനകത്തോട്ട് കൊടുക്കുന്നതാണ് ഇന്നിലോട്ട്, ഔട്ടാണ് നമ്മുടെ മെഷീനിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മളെപ്പോഴും കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് സ്ലോയായിരിക്കും, ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഇൻലെറ്റ് ഹൗസിങ്ങിൻ്റെ ഹെഡിലാണ് പറഞ്ഞ സംഭവങ്ങൾ വരുന്നത്, ഇന്നും ഔട്ടും വരുന്നത്. അതിലോട്ട് നമ്മൾ എൽബോ പിടിപ്പിക്കുമ്പോൾ ഇച്ചിരി ടഫ്ലോൺ ടേപ്പ് ചുറ്റിട്ട് വേണം പിടിപ്പിക്കാൻ. അതിന് കറക്റ്റ് ടൈറ്റിങ് കിട്ടത്തുള്ളൂ. നമ്മളത് ടഫ്ലോൺ ടേപ്പ് ചുറ്റി അത് പിടിപ്പിക്കാൻ പോകണം. ടഫ്ലോൺ ടേപ്പ് ചുറ്റുമ്പോൾ മേളിൽ നിന്ന് പിടിച്ച് വേണം ചുറ്റാൻ. ഇങ്ങനെ വേണം ചുറ്റാൻ. അപ്പോൾ നമുക്കൊരു ടൈറ്റ് കിട്ടും ചുറ്റുമ്പോൾ, മനസ്സിലായി? അല്ലെങ്കിൽ തിരിച്ച് ചുറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുന്നതനുസരിച്ച് കറങ്ങിപ്പോയി. പിന്നെ അവിടെ മുറുക്കുമ്പോഴും ഇത് ഈ ടഫ്ലോൺ ടേപ്പിൽ ലൂസായി പോകും. മേളിൽ നിന്ന് താഴത്തോട്ട് ടൈറ്റ് ചുറ്റി കഴിഞ്ഞാൽ അവിടെ നമ്മൾ മുറുക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ഒരിക്കലും ലൂസാവില്ല, ടൈറ്റ് നിന്ന്. അല്ലെങ്കിൽ ടഫ്ലോൺ ടേപ്പ് ലൂസായി പോകും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ നന്നായിരിക്കും. അത് കഴിഞ്ഞ് ഇനി നമ്മളത് ഫിൽറ്റർ ഇടാൻ പോകണം. ഇതാണ് ഇൻലെറ്റ് ഫിൽറ്റർ. ഫിൽറ്റർ ഇടാൻ പോകണം. ഇട്ടുകൊണ്ട് നമ്മൾ കയ്യെത്തി പിടിക്കരുത്. പിടിച്ചാൽ നമ്മൾ കയ്യിൽ അഴുക്കൊക്കെ അതിനകത്ത് പറ്റും. അങ്ങനെയുള്ള വെള്ളമാണ്, അതെപ്പോഴും ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് ഇനിയുള്ള നമ്മുടെ സിങ്കിനകത്തുനിന്ന് ഇൻലെറ്റ് വെള്ളം എൻ്റെ കണക്ഷൻ ഇൻലെറ്റ് പിടിപ്പിക്കാനാണ്. അത് നമ്മൾ സിങ്കിൻ്റെ അടുത്ത പൈപ്പ് ഊരിയിട്ട് വേണം അത് പിടിപ്പിക്കാൻ. ടൈറ്റാണ്. നമുക്ക് പൈപ്പ് പറഞ്ഞെടുത്ത് വേണം അത് ചെയ്യാൻ.
ഇതിങ്ങനെ കുറേ നാളായിട്ട് പിടിപ്പിച്ചിരിക്കുന്നുണ്ട്, കുറച്ച് ടൈറ്റാണ്. അങ്ങനെ നമ്മൾ ഇല്ലറ്റ് അതിനകത്തോട്ട് പിടിപ്പിക്കാൻ പോവാണ്. ഇത് പിടിപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇത് ഫൈബറും അത് മെറ്റലുമാണ്. അപ്പോൾ അതൊരു നമ്മുടെ മനസ്സിലൊരു ശ്രദ്ധ ഇത് സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോവാണ്, ലീക്കും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാൻ പോകണം. അത് ചെയ്തപ്പോഴത്തേക്ക് ചെറിയൊരു ലീക്കുണ്ട്, അപ്പോൾ അതും നമ്മൾ ചെയ്ത് രണ്ടാമത് ചെയ്യാൻ പോകണം. ഓക്കെ.
രണ്ടാമത് നമ്മൾ ടഫ്ലോൺ ടേപ്പ് അടിച്ച് അതിൻ്റെ ആ ലീക്ക് മാറ്റാൻ പോവാണ്. അത് ഓണാക്കിയപ്പോൾ വെള്ളം ഓണാക്കിയപ്പോൾ ലീക്കാണ്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പ്രകാരം നമ്മൾ ഇത് ഇൻലെറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതിനകത്ത് ചെയ്യാനുള്ളത് വയർ പൈപ്പ് അങ്ങോട്ടും പാസ് ചെയ്യാവുന്നതാണ്. RO ട്യൂബ് അങ്ങോട്ടും നമ്മൾ ചെയ്ത് വെള്ളം വരുത്തി നമുക്ക് ഓണാക്കി നോക്കാം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ അതിനുള്ള പുറപ്പാടിലാണ്, അങ്ങോട്ട് പോകാൻ പോകണം, നമ്മളത് നോക്കാൻ പോകണം. അപ്പോൾ എല്ലാത്ത RO പൈപ്പ് കണക്ട് കൊടുക്കാൻ പോകണം. ഈ സ്ക്രൂവും പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ സ്ക്രൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ഇവിടെ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ജനലിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത് ഭിത്തിയിൽ ഹാങ് ചെയ്തിട്ടാണ് ചെയ്യാറ്. അപ്പം ഭിത്തിയിൽ ഹാങ് ചെയ്യാനുള്ള സ്ക്രൂ ആണ് ഇത് രണ്ടും ഉള്ളു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് മെഷീൻ്റെ കൂടെ തന്നെ വരും. അപ്പോൾ ഇത് നമുക്ക് ഇതിപ്പോൾ ഉപയോഗം വന്നില്ലെങ്കിൽ അത് നമ്മൾ തിരിച്ചത് കൊണ്ടുപോയേക്കും. അപ്പം ഇനി നമുക്കിതിൻ്റെ RO ട്യൂബ് കൊടുക്കാം. RO ട്യൂബ് കണക്ട് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് മുറുക്കിയിട്ടില്ല, മുറുക്കി കഴിഞ്ഞത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഫിക്സ്ഡ് ആയിട്ടൊരു സ്ഥലം നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ ഇത് നമ്മൾ ചെയ്യാവൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണമെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് നമ്മളത് ആദ്യമേ അത് ചെയ്യാൻ പാടില്ല. അത് നമ്മളാദ്യമേ ഔട്ടിൻ്റെ പൈപ്പ് നമ്മൾ കൊടുക്കുക. പൈപ്പ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, കറക്റ്റ് ഫുള്ള് ഉള്ളിലോട്ടാക്കി കൊടുക്കുക. ഇതിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. എല്ലാം നമ്മൾ വയറൊക്കെ കണക്ട് ചെയ്ത് എടുത്തിട്ട് വേണം ബാക്കിയൊക്കെ ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മളൊരു ഫിക്സ്ഡ് ആയിട്ട് ചെയ്യാത്തത്. അത് കഴിഞ്ഞിട്ട് വേണം സംഭവം ഫിക്സ്ഡ് ആക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ ഇൻലെറ്റിൻ്റെ ഇന്നീന്ന് ഇതിൻ്റെ ബാക്ക് എടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഇതൊരു വൃത്തിയായിട്ടിരിക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ ബാക്ക് എടുക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലായത് കൊണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളത് ബാക്കിലോട്ട് ചെയ്യുന്നത്. ഇതാണ് ഇന്ന്, ഇതാണ് ഔട്ട്. അപ്പോൾ ഇന്നിന്ന് കണക്ഷൻ എടുത്ത് നമ്മൾ നേരെ ഇൻലെറ്റിലോട്ടാണ് പോകുന്നത്. ഇൻലെറ്റിലോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇൻലെറ്റ് ഫിൽറ്ററിൽ നിന്ന് സെഡിമെൻ്റ് ഫിൽറ്ററിൽ നിന്ന് നേരെ എടുത്ത് ഉള്ളിലോട്ട് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നു. നമ്മളതിൻ്റെ മെഷീൻ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് നീളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളത് പിടിപ്പിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നതിനൊരു ഭംഗി ഉണ്ടാകത്തില്ല. കസ്റ്റമറിന് നമ്മളോട് ചെയ്യുന്നതിനൊരു താല്പര്യം സാധിക്കണമെങ്കിൽ നമ്മളത് വളരെ വൃത്തിയായിട്ടൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ കസ്റ്റമറിന് അത് നന്നായിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു മനസ്സിലൊരു വരും. അത് നമ്മുടെ കമ്പനിയിലോട്ട് കുറച്ച് ഇൻഫർമേഷൻ ചെയ്യാനും ആ ഒരു ഇതുണ്ടാവും. അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ ടെക്നീഷ്യന്മാർ കറക്റ്റ് ചെയ്ത് അത് ചെയ്യണം. ഓക്കെ, ഇതാണ് മെഷീൻ്റെ പിന്ന്. മെഷീൻ്റെ പിന്നിലോട്ട്
കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്ത് ഉള്ളിലോട്ട് തന്നെ തള്ളി കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കറക്റ്റ് നീളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ലൈനിങ് കണക്ഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകാം. ഓക്കെ, നമ്മളിനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കേബിൾ ടൈം ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ കേബിൾ ടൈം അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റിന് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക. പിന്നെ നമ്മളത് വൃത്തിയായിട്ട് പിടിപ്പിച്ചതിനൊരു വൃത്തി ഉണ്ടാകത്തില്ല. ഒന്ന് വൃത്തിയായിട്ട് പിടിപ്പിക്കുമ്പോഴാണ് കസ്റ്റമറിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ വെറുതെ ചെയ്ത് വെച്ച പോലെ ആയിപ്പോൾ കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ കൂടെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിനൊന്നും പ്രയോജനമില്ല. ഓക്കെ, വെള്ളം വരാഴിയൊന്നും ഇരിക്കില്ല, വെള്ളമൊക്കെ വരും. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്കും അതൊരു തൃപ്തിയാവും, കസ്റ്റമറും അതൊരു തൃപ്തിയാവും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്നത്. അല്ല ഇതിൻ്റെ കാര്യമൊന്നുമില്ല, നമ്മളൊരു വൃത്തിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇനി അപ്പുറത്തും ഉണ്ട്, ബാക്ക് സൈഡിലുണ്ട്, അതുകൊണ്ട് നോക്കി അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ. നമ്മൾ വെള്ളം കൂട്ടുകാരെയുള്ള വെള്ളം ഓണാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ടൊരു കാര്യം ചെയ്യാനുള്ളത്, നമ്മൾ മെഷീൻ അവിടെ ഉറപ്പിച്ചിട്ടില്ല. അതെടുത്തൊന്ന് ഉറപ്പിക്കണം. മെഷീൻ നമ്മൾ ഉറപ്പിക്കാൻ പോവാണ്. നമുക്കിനി അത് ഇനി കറണ്ട് ഓണാക്കാം. ഇത് വർക്കായിട്ടുണ്ട്. ഇനി അതിന് വെള്ളം നിറയണം. വെള്ളം നിറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ വെള്ളം വരുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ മെഷീൻ സെറ്റിങ് ഏതാണ്ടൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. നമുക്കിത് മെഷീൻ്റെ നമ്പർ എത്തിയിട്ടില്ല, അത് ഒട്ടിക്കണം. പിന്നെ നമ്മുടെ കമ്പനിയുടെ ഐക്കൺ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല. ഇത് രണ്ടും നമ്മൾ രണ്ടാമത് ചെയ്യുകയാണ്.